വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇടയ്ക്കിടെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്, പെട്ടെന്ന് റെഡിയാക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഞാനിവിടെ ചെറിയ കുനാഫൻ്റെ സേമിയയില്ലേ, വളരെ തിന്നായിട്ടുള്ള ആ സേമിയ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഞാൻ ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ നോക്കിയിട്ട്, നിങ്ങൾക്ക് മധുരവും അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പിസ്താഷ്യോ സ്പ്രെഡും കൂടി ചേർത്ത് കൊടുക്കുക. പിസ്താഷ്യോ സ്പ്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിവിടെ കുറച്ച് സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്, നോമ്പിന് ബാലൻസ് വന്ന ഷീറ്റാണ് കേട്ടോ. ഞാനിത് നോക്കിയപ്പം ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെച്ചിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഇനി ഈ ഒരു സമോസ ഷീറ്റ് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ സമോസയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സമോസ ഉണ്ടാക്കി വെക്കുക. ഒരു 5-6 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ സമോസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ സമോസയും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പക്ഷേ ഞാനിവിടെ ഓവനിലാണ് കേട്ടോ വെക്കുന്നത്. ഓവനിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കുറേ ടൈം നിൽക്കുന്നുണ്ട്. അപ്പം ഓവനിൽ ഇതുപോലെ ഞാൻ 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ 10 മിനിറ്റ് വെക്കുക. അങ്ങനെയാകുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ നമുക്ക് കിട്ടും. അത് റെഡിയാവുന്ന ടൈമിൽ ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അപ്പോഴേക്കും നമ്മുടെ ആ ഒരു സമോസയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, നല്ലപോലെ എന്താ പറയുക, നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് നല്ലപോലെ ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താലും മതി ഈ ഒരു ചോക്ലേറ്റിലോട്ട്. ഇനി നട്ട്സൊക്കെ ചേർത്ത് കഴിക്കുക, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.